കുടുംബ വഴക്കിനെ തുടർന്ന് കോട്ടയം പാലായിൽ മരുമകനും ഭാര്യാമാതാവും പൊള്ളലേറ്റു മരിച്ചു. കരികുന്ന സ്വദേശി മനോജ്, അന്ത്യാളം സ്വദേശി നിർമ്മല എന്നിവരാണ് മരിച്ചത്. വഴക്കിന് പിന്നാലെ ഭാര്യാമാതാവിന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നതിനിടെ മരുമകനും പൊള്ളലേൽക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 7:30യോടെ അന്ത്യാളത്തെ നിർമ്മലയുടെ വീട്ടിലാണ് സംഭവം നടന്നത്. നിർമ്മലയുടെ മകൾ ആര്യ ഭർത്താവ് മനോജുമായി പിണങ്ങി സ്വന്തം വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇതേ തുടർന്ന് ഭാര്യാമാതാവ് നിർമ്മലയുമായി മനോജ് വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു. ഇന്നലെ വീട്ടിലെത്തിയ മനോജ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ നിർമ്മലയുടെ ദേഹത്തേക്കൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇറങ്ങിയോടാൻ ശ്രമിച്ച മനോജിന്റെ ദേഹത്തും പൊള്ളലേറ്റു. ഇരുവരെയും മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ഇന്ന് രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു. നിർമ്മലയുടെ ഭർത്തൃമാതാവ് കമലാക്ഷി അമ്മയും സ്ഥലത്തുണ്ടായിരുന്നു. ഇവിടെ ഒന്നിച്ചോളെന്ന് പറഞ്ഞു. തടിച്ചു, എല്ലാം അടിച്ചു, അവൻ ഒഴിച്ച് ചാമ്പൊഴിച്ച് തീയും കൊത്തിച്ച് അവനെ മെറ്റത്തോട്ട് ഇറങ്ങി ഓടി. അപ്പോൾ തന്നെ അവൻ്റെ മേത്ത് തീ പിടിച്ചു. അവൻ മെറ്റത്ത് വന്ന് കിടന്നു. വഴക്കൊന്നും ഇല്ലായിരുന്നു. ഈ പെണ്ണെ വിട്ടുകൊടുക്കാതല്ല, പെണ്ണെ തള്ളയാണ് മാറ്റിയേക്കുന്നതെന്ന് പറഞ്ഞാണ് ചെയ്തത്. സംഭവം നടക്കുമ്പോൾ മനോജിന്റെ 6 വയസ്സുള്ള മകനും ഒപ്പമുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കഴിഞ്ഞ 1 വർഷമായി മനോജും ഭാര്യയും പിണങ്ങിക്കഴിയുകയാണ്. മർദ്ദനവും സംശയവും സഹിക്കാൻ പറ്റാതെ വന്നതോടെയാണ് ഭാര്യ ആര്യ സ്വന്തം വീട്ടിലേക്ക് മാറിയത്. അച്ഛൻ പെട്രോളുമായാണ് വരുന്നതെന്ന് 6 വയസ്സുകാരൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന നിർമ്മലയുടെ ഭർത്തൃമാതാവ് കമലാക്ഷിയമ്മ എഴുന്നേറ്റ് വന്ന് തടയുന്നതിന് മുമ്പ് എല്ലാം കഴിഞ്ഞു. നാടിനെ നടുക്കിയ സംഭവത്തിൽ നിന്ന് ഇപ്പോഴും അതുകൊണ്ട് തന്നെ നാട്ടുകാരും മുക്തരായിട്ടില്ല. കോട്ടയത്ത് നിന്ന് ബിബിനൊപ്പം ടോബി ജോൺസൺ, 24.